നമസ്കാരം, ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 19, 2026 വ്യാഴം. ഇന്ന് വെളുപ്പിന് യുഎസിൽ നിന്നും FOMC മിനിറ്റ്സിന്റെ റിലീസ് ഉണ്ടായിരുന്നു. അവയുടെ വിശദാംശങ്ങളൊക്കെ വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. മാത്രമല്ല, ഇന്ന് സെൻസെക്സിന്റെ വീക്കിലി എക്സ്പയറി ആയതിനാൽ തന്നെ മാർക്കറ്റിൽ ഇന്ന് വോൾട്ടാലിറ്റിയും എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇന്നലെയും കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഫിനാൻഷ്യൽ സ്റ്റോക്കുകളിൽ തുടർന്ന നേട്ടത്തിന്റെ ഫലമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിന് മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. മാത്രമല്ല, ഇന്നലെയും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 1154.34 കോടി രൂപയ്ക്ക് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ബൈയിങ് തുടരുകയുണ്ടായി. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 440.34 കോടി രൂപയ്ക്കും ബൈയിങ്ങും തുടരുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായ പ്രകാരം ഇന്നലത്തെ പോലെ തന്നെ ഇന്നും നിഫ്റ്റിക്ക് 25,750 എന്ന ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ 26,000 എന്ന സൈക്കോളജിക്കൽ ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയില്ല. അതേസമയം 25,650 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൗൺ സൈഡിലേക്ക് ഇമ്മീഡിയറ്റ് സപ്പോർട്ടാണ്. കാരണം ഈ ലെവലിലായിട്ടാണ് നിഫ്റ്റിയുടെ 20-day EMA നിലകൊള്ളുന്നതും. അതേസമയം 25,500 എന്ന ലെവൽ ഇന്നലത്തെ പോലെ തന്നെ ഇന്നും സൈക്കോളജിക്കൽ മാത്രമല്ല ക്രൂഷ്യൽ സപ്പോർട്ട് തന്നെയാണ്. കാരണം ഈ ലെവലിലായിട്ടാണ് നിഫ്റ്റിയുടെ 20-day മൂവിംഗ് ആവറേജും നിലകൊള്ളുന്നത്. ആയതിനാൽ തന്നെ ഇന്ന് നിഫ്റ്റി ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. ABB ഇന്ത്യ, CIE ഓട്ടോമോട്ടീവ് ഇന്ത്യ, മഹേഷ് ഡെവലപ്പേഴ്സ്, സാത്വ സുഗൻ ലൈഫ് കെയർ തുടങ്ങി 4ഓളം കമ്പനികൾ അവയുടെ Q3 ഏർണിംഗ്സ് ഇന്ന് പ്രസിദ്ധീകരിക്കും. ഇന്ന് ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസ് ഒന്നും തന്നെയില്ല. ഇന്ന് വെളുപ്പിനെ യുഎസിൽ നിന്നും റിലീസ് ചെയ്യപ്പെട്ട FOMC മിനിറ്റ്സിൽ ഹോക്കിഷ് ആയിട്ടുള്ള കമന്റ് ആണ് വരികയും ഉണ്ടായത്. അതായത് ഈ വർഷം കൂടുതൽ പലിശ നിരക്ക് കുറയ്ക്കുന്നതിന് മുൻപ് പണപ്പെരുപ്പം ഇനിയും കുറയുന്നത് കാണാൻ പല ഫെഡറൽ റിസർവ് ഉദ്യോഗസ്ഥരും ആഗ്രഹിക്കുന്നു. കൂടാതെ തൊഴിൽ വിപണി സ്ഥിരത കൈവരിക്കുന്നത് തുടരണമെന്നുമുള്ള അഭിപ്രായമാണ് കൂടുതൽ മെമ്പേഴ്സും പങ്കുവയ്ക്കുകയും ഉണ്ടായത്. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ICIC ബാങ്ക് ADRന് നേരിയ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ബാക്കി എല്ലാ ADR സ്റ്റോക്സിനും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. വിപ്രോ ADRന് 0.5%, ഇൻഫോസിസ് ADRന് 2%-ലേറെയും നേട്ടം കൈവരിക്കുവാനായപ്പോൾ HDFC ബാങ്ക് ADRന് 1.25%-നും ഡോക്ടർ റെഡ്ഡീസിന് നേരിയ നേട്ടത്തോടുകൂടിയും അതേസമയം ആക്സിസ് ബാങ്ക് ADRന് 1.25%-ന്റെയും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. ഇന്ന് പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകൾ ഒന്നും തന്നെ നിലനിൽക്കുന്നുമില്ല. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ US മാർക്കറ്റില് മെറ്റാ പ്ലാറ്റ്ഫോംസ് NVIDIAയുമായിട്ട് ലോങ് ടൈമിലേക്കുള്ള പാർട്ണർഷിപ്പ് പ്രഖ്യാപിക്കുകയുണ്ടായി. കമ്പനിയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അംബിഷൻസിനെ മീറ്റ് ചെയ്യുവാനായിട്ട് NVIDIAയുമായി സഹകരിച്ചുകൊണ്ട് പുതിയ ചിപ്സിന്റെയും എക്യുപ്മെന്റ്സിന്റെയും നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തൽഫലമായി ഇന്നലെ NVIDIA സ്റ്റോക്കിൽ 1.7%-ഓളം നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചു. കൂടാതെ US മാർക്കറ്റില് S&P 500-ന് 0.5%-ലേറെയും നാസ്ഡാക്കിന് 0.25%-ലേറെയും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. എങ്കിൽ നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ നേരിയ നഷ്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് 1.25%-നടുത്തും ഫ്രാൻസ് മാർക്കറ്റിന് 0.25%-ലേറെയും ജർമ്മൻ മാർക്കറ്റിന് 1%-ലേറെയും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം പോസിറ്റീവായിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ജപ്പാൻ മാർക്കറ്റ് 0.25%-ലേറെയും കൊറിയൻ മാർക്കറ്റ് 3%-നടുത്തും നേട്ടത്തിലാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ഗണ്യമായ ഉയർച്ച രേഖപ്പെടുത്തി. ബ്രന്റ് ക്രൂഡിന്റെ വില $70.29 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $65.19 പെർ ബാരൽ എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. അതേസമയം ഗോൾഡിന്റെ വില $4,961.08 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 1.14 എന്ന നിലയിലും മാക്സ് പെയിൻ 25,750 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. പോസിറ്റീവ് ട്രെൻഡിനെയും ലോവർ ലെവൽസിലുള്ള ബൈയിങ് ഇൻട്രസ്റ്റിനെയും സൂചിപ്പിച്ചുകൊണ്ട് ലോങ് ലോവർ ഷാഡോയോട് കൂടിയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിലാണ് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നതും. RSIയിലും ഉയർച്ച രേഖപ്പെടുത്തിയതിനെ തുടർന്ന് 53.91 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. ഇന്നലെ നിഫ്റ്റിയില് ഷോർട്ട് ടൈം മൂവിംഗ്
ആവറേജുകളും മിഡ് ഡേ മൂവിംഗ് ആവറേജുകളും ഇൻട്രാഡേ ബേസിസിൽ ടെസ്റ്റ് ചെയ്യപ്പെട്ടെങ്കിലും ഇന്നലെയും എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും അവസാനം വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 26,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 25,800 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുന്നത്. 25,500 എന്ന സ്ട്രൈക്കിലാണ് അതേസമയം പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 25,700 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുക. ബാങ്ക് നിഫ്റ്റിയുടെ PCR 1.45 എന്ന നിലയിലേക്ക് അൾട്രാ ബുള്ളിഷ് ആയിട്ട് തന്നെ നിലകൊള്ളുന്നു. മാക്സ് പെയിൻ 60,900 എന്ന ലെവലിലും. ബാങ്ക് നിഫ്റ്റിക്കും ഇന്നലെ അതിശക്തമായ നേട്ടം കൈവരിക്കുവാൻ സാധിക്കുക മാത്രമല്ല നിലവിലെ റെക്കോർഡ് ഹൈയുടെ അടുത്തായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി തൽഫലമായി പോസിറ്റീവ് ട്രെൻഡിനെ സൂചിപ്പിച്ചുകൊണ്ട് ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. കൂടാതെ ബാങ്ക് നിഫ്റ്റിക്കും അതിന്റെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് തുടരുവാനുമായി RSIയിലും ഉയർച്ച രേഖപ്പെടുത്തിയതിനെ തുടർന്ന് 64.86 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 62,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 61,700 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുന്നത്. 61,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 61,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഡോക്ടർ റെഡ്ഡീസ് ലാബോറട്ടറീസ് UK ആസ്ഥാനമായുള്ള സ്പെഷ്യാലിറ്റി ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ മെർക്കുറി ഫാർമ ഗ്രൂപ്പുമായി അവരുടെ ട്രേഡ് മാർക്കുകളായ പ്രോഗിനോവ, സൈക്ലോപ്രോഗിനോവ എന്നിവയും അനുബന്ധ ആസ്തികളും $32.15 മില്യൺ സ്വന്തമാക്കുന്നതിന് ഒരു നിശ്ചിത കരാറിൽ കമ്പനി ഏർപ്പെട്ടു. ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ബ്യൂട്ടി ആൻഡ് വെൽബീയിങ്ങിന്റെയും ഹോം കെയർ എന്നിവ ഉൾപ്പെടെ അതിവേഗം വളരുന്ന പ്രീമിയം വിഭാഗത്തിൽ ഉൽപാദനശേഷി വികസിപ്പിക്കുന്നതിനായി 2 വർഷത്തിനുള്ളിൽ ഏകദേശം 2,000 കോടി രൂപയുടെ നിക്ഷേപത്തിന് കമ്പനിയുടെ ബോർഡ് അംഗീകാരം നൽകി. സൈഡസ് ലൈഫ് സയൻസ് പൾമനറി അൾട്ടീരിയൽ ഹൈപ്പർ ടെൻഷൻ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന 32 മില്ലിഗ്രാം ഓറൽ സസ്പെൻഷനുള്ള ബോഡ്സെന്റൻ ഗുളികകൾക്ക് US FDA നിന്നും കമ്പനിക്ക് അന്തിമ അംഗീകാരം ലഭിച്ചു. NCC നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്ന് 2 വർഷത്തേക്ക് നിരോധന ഉത്തരവ് കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. പീസ് ഡിജിടെക് കമ്പനിയുടെ മെറ്റീരിയൽ സബ്സിഡറിയായ ലീനേജ് പവറിന് മൊബൈൽ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം വിതരണം ചെയ്യുന്നതിനായി യാക്കിൻ കെമ്മിൽ നിന്ന് $1.35 മില്യൺ ഓർഡർ ലഭിക്കുകയുണ്ടായി. BL കാഷപ്പ് ആൻഡ് സൺസ് CRC ഗ്രീൻസിൽ നിന്ന് കമ്പനിക്ക് 300 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ഹിൽട്ടൺ മെറ്റൽ ഫോർജിങ്സ് ഓഹരി ഒന്നിന് 16.68 രൂപ നിരക്കിൽ 1.67 കോടി റൈറ്റ് ഇക്വിറ്റി ഓഹരികൾ ഇഷ്യൂ ചെയ്യുവാൻ ബോർഡ് അംഗീകാരം നൽകുകയുണ്ടായി. അതായത് 27.97 കോടി രൂപ മൂല്യം വരുന്നവ. കൊച്ചിൻ ഷിപ്പ്യാർഡ് 6 ഫീഡർ കണ്ടെയ്നർ കപ്പലുകളുടെ രൂപകൽപ്പനയ്ക്കും നിർമ്മാണത്തിനുമായി ഫ്രാൻസ് ആസ്ഥാനമായുള്ള CMA CGMുമായി കമ്പനി 2,000 കോടിയിലധികം രൂപയുടെ കരാറിൽ ഒപ്പുവയ്ക്കുകയുണ്ടായി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.